ജാർഖണ്ഡിൽ പക്ഷേ ആശങ്കകൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. അവിടെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്കുള്ള വിജയമാണ് ഇന്ത്യ മുന്നണി JMMന്റെ നേതൃത്വത്തിൽ സ്വന്തമാക്കിയത്. അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെയും കോൺഗ്രസ് ഒരു സഖ്യകക്ഷി മാത്രമായിരുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ച ഹേമന്ത് സോറന്റെ നേതൃത്വത്തിൽ അവരാണ് മുന്നിൽ നിന്ന് നയിച്ചത്. അതിന്റെ ഫലമാണ് കോൺഗ്രസിന് അവിടെ 16 സീറ്റിൽ കിട്ടിയത്. പക്ഷേ അപ്പോഴും 30 സീറ്റിൽ മത്സരിച്ചിട്ട് BJPയോട് നേരിട്ടെതിരിട്ട 14 സീറ്റുകൾ കൊണ്ട് കളയുകയും ചെയ്തിട്ടുണ്ട്. സ്വാതി ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. സ്വാതി, ഇനിയിപ്പോൾ ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. 28-നല്ലേ സത്യപ്രതിജ്ഞാ ചടങ്ങുകളല്ലേ? ഹേമന്ത് സോറനെ സംബന്ധിച്ചൊരു മധുരമായ പ്രതികാരമാണ്. ജയിലിലടച്ച BJPയുടെ മുന്നിലൂടെ വീണ്ടും ആ നാടിൻ്റെ മുഖ്യമന്ത്രിയായി വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ കടന്നു വരിക എന്ന് പറയുമ്പോൾ അതിനപ്പുറം മനോഹരമായൊരു പ്രതികാരം വേറെ ഉണ്ടാവില്ലല്ലോ. തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ തന്നെ ഹേമന്ത് സോറനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും വലിയൊരു വിജയം സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്, ജാർഖണ്ഡിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. 89 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം, അതായത് എക്സിറ്റ് പോൾ ഫലങ്ങളെ ഒക്കെ തന്നെയും അട്ടിമറിച്ചുകൊണ്ട് വലിയ വിജയമാണ് JMMന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം നേടിയിട്ടുള്ളത്. എന്തായാലും സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് ഇപ്പോൾ ജാർഖണ്ഡ് കടന്നിരിക്കുകയാണ്. ഹേമന്ത് സോറൻ 4ാം തവണയും മുഖ്യമന്ത്രിയായി എത്തുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. JMMനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വലിയ വിജയമാണ് ജാർഖണ്ഡിൽ നേടിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 81 സീറ്റിൽ 56 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം എടുത്തു പറയേണ്ടത് JMMന് തന്നെയാണ്. 34 സീറ്റുകളിലേക്ക് JM വിജയിച്ചു കയറിയിരിക്കുന്നു. മാത്രമല്ല കൽപ്പന സോറനും ഹേമന്ത് സോറൻ്റെയും ഒക്കെ തന്നെയും പ്രചരണം എല്ലാ ഗോത്ര വിഭാഗ മേഖലകളിലേക്കും ഒക്കെ ഇറങ്ങിച്ചെന്നുകൊണ്ട് എല്ലാ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളെയൊക്കെ തന്നെയും അട്ടിമറിച്ചുകൊണ്ട് വലിയ വിജയമാണ് JMM നേടിയിട്ടുള്ളത്, JMMന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നവംബർ 28-ന് ജാർഖണ്ഡിലേക്ക് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാ തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കും ഇപ്പോൾ JMMഉം ഇന്ത്യ സഖ്യവും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യ യോഗത്തിലാണ് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ അടക്കമുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും ഈ പ്രൗഢഗംഭീരമായിട്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കെജ്രിവാളും രാഹുൽ ഗാന്ധിയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളായിരിക്കും എന്തായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമായി എത്തുക. ഇവർക്കൊക്കെ തന്നെയാണ് ക്ഷണമുള്ളത്. വലിയ ആവേശത്തിൽ തന്നെയാണ് ഇന്ത്യ ബ്ലോക്കും JMMഉം. പ്രത്യേകിച്ചും BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടാവുകയും BJPയോടുള്ള ഒരു മധുര പ്രതികാരം എന്ന് തന്നെ പറയേണ്ടി വരും ഈ സർക്കാർ രൂപീകരണം എന്ന് പറയുന്നത്. മനു, തീർച്ചയായും അത് ആ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഏതായാലും ഹേമന്ത് സോറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 28-ാം തീയതിയാണ്, ഇപ്പോൾ 25 ആയില്ലേ, 28-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ. വിവരങ്ങളാണ് സ്വാതി നമുക്ക് നൽകിയത്.